ഹലോ ഗായ്സ്, ട്രോ ഗെയിമിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരുപാട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു പുതിയ ഗെയിമാണ്. അപ്പം നമ്മൾ ഇത്രയും കാലം ബെസ്റ്റ് അപ്പോൾ ഇന്നൊരു പുതിയ ഗെയിം ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഗെയിമിൻ്റെ പേര് എനിക്ക് നല്ലോണം പറയാം, എനിക്ക് അത്ര ഇന്ത്യൻ എന്നാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ഗെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇയാൾക്കൊരു മോനുണ്ട്. ആ മോന് നമ്മളെ കൂടെയൊക്കെ വരാൻ പറ്റും, നമ്മൾക്ക് അങ്ങനെ ആക്കാൻ പറ്റും. ആ മോൻ്റെ അടുത്ത് പോകുമ്പോൾ ഇങ്ങനെ കൈ ലൈക്ക് ചെയ്യാനുള്ള പോലെ ഉണ്ടാവും. അപ്പം അതിൽ ഞെക്കിയാൽ നമ്മുടെ കൂടെ വരും. അങ്ങനെയാണ് സംഭവം ഫുള്ള്. അപ്പം ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഷോറൂമിൽ പോവാണ് വണ്ടി മേടിക്കാൻ. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഷോറൂമുണ്ട്, അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് നല്ലോണം മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഷോറൂം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ കയറുകയും ചെയ്യാം, അല്ലെ ഓടിക്കുകയും ചെയ്യാം. വണ്ടി ഓടും ഗൈസ്. അതാണ് ഷോറൂം. നമ്മളിന്നൊരു ഫോർച്യൂണർ വാങ്ങിക്കാൻ പോവാണ്. അപ്പം നമുക്ക് ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ക്ലിയർ ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനത്തെ വേണേൽ നിങ്ങൾക്ക് ആ സൈഡിൽ കാണുന്നൊരു അങ്ങനെ എന്തോ റെഡ് കളറിലില്ലേ, അതിൽ നിങ്ങൾക്ക് വെക്കിയാൽ സ്പൈഡർമാൻ ആകാൻ പറ്റും. അത് ഞാൻ ആകുന്നില്ല, നിങ്ങൾക്കാകാം. നല്ല രസമാണ് ഈ ഗെയിമിന്. ഇങ്ങനത്തെ തന്നെ ഒരു ഫോണിൽ തന്നെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ എല്ലാ വണ്ടികളുടെയും നമ്പർ കാണാം. അല്ലാതെ ഈ ഷോറൂമിൽ നിന്ന് എല്ലാ വണ്ടിയും കിട്ടത്തില്ല. ഷോറൂമിൽ നിന്ന് കുറച്ച് വണ്ടി കിട്ടുള്ളൂ. ഇഞ്ചാറ്റിറ്റ് കാരണം വരില്ല. നമ്മൾ ചിലപ്പോൾ ഡ്യൂക്ക് വാങ്ങിക്കും ഗൈസ് അടുത്ത വീഡിയോയിൽ. അപ്പം ബസ് സിമുലേറ്റർ ബേസ് ഈ വീഡിയോ ആദ്യമായിട്ടാണ്. കുറേ ബസ് സിമുലേറ്റർ വീഡിയോസ് ആയിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. പിന്നെ ഈ വീഡിയോ ഇടാമെന്ന് ചോദിച്ചു. ഇതൊന്നുമല്ല നമ്മളെടുക്കാൻ വന്ന ഫോർച്യൂണറാണ്. നമുക്ക് ഫോർച്യൂണർ നോക്കാം, നമുക്ക് കിട്ടിയാൽ. നമ്മുടെ വണ്ടികളിനെക്കാട്ടും നല്ലത് റൂഫുള്ള വണ്ടിയാണ്. നമ്മുടെ താറിന് റൂഫില്ല, അതിനൊക്കെ റൂഫുണ്ട്. റൂഫ് മതിയാണെന്ന് ഇപ്പോൾ വിചാരിക്കുന്നത് ഗൈസ്. അപ്പം ഇവർ കാണിക്കുന്ന ഈ വഴിയിലൂടെ പോയിട്ട് പുറകിൽ പോകുമ്പോൾ ഇങ്ങനെ പിടക്കം പൊട്ടിക്കുന്ന പോലെ ആക്കും ഗൈസ്, വണ്ടി നടുക്ക് വെച്ചിട്ട്. അത് നല്ല രസമാണ്. നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ട് നമ്മൾ 2 സ്ഥലത്ത് പോകുന്നുണ്ട്. ഒന്ന് പോലീസ് സ്റ്റേഷൻ കാണാനും പിന്നെ വേറൊരു സ്ഥലത്ത് വെറുതെ പോയിരിക്കാനും. അതുകഴിഞ്ഞിട്ട് നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നുണ്ട് വണ്ടി ഗൈസ്. അപ്പം ഇവിടെ ഇങ്ങോട്ട് പുറകിലായിട്ടാണ് കണ്ടോ ഗൈസ്, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം പടക്കം പൊട്ടിക്കുന്നത് നമ്മുടെ അടുത്ത് പോകുമ്പോൾ നമുക്ക് അടുത്ത് പോവാം. കണ്ടോ ഗൈസ്, ഒരു സാധനം വന്ന് പടക്കം പോലെ വന്ന് നിങ്ങൾ കണ്ടോ, അതാണ് ഗൈസ്. നമ്മളെന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ മോഡിഫൈ ചെയ്യുന്ന കടയിലേക്ക് പോകാൻ പോവാണ്. അപ്പം നമ്മൾ അവിടെ എത്തുന്നിടം വരെ നിങ്ങൾ പാട്ട് കേൾക്ക്. ഞാനിന്ന് മരിച്ചു 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 മണ്ണടിഞ്ഞവന ഹരിച്ചു കുണിച്ച് കേണിച്ചു വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോടാ. മരിച്ചു മരിച്ചു മരിച്ച് മരിച്ചു മണ്ണടിഞ്ഞവന ഹരിച്ചു കുണിച്ച് കേണിച്ചു വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോടാ. പഠിച്ചു പാടം ഇനിയൊരിക്കലുമാകില്ലൊരു ഭാരം. പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്ത ആർക്കെന്ത് ഛേദം. അവന്റെ കാര്യം ആയുസൊടുങ്ങുമ്പോൾ 1000 പേരും 1000 നാവുകൾ ആയുധമാകും. അതിൽ ഞാനൊരു കാതികനാകും. തനിക്ക് താനും പോരക്ക് തൂണും പരക്കം പാച്ചിലിനൊടുക്കമാകും. അടക്കം പറച്ചിലൊക്കെ എന്നെ പ്രാകും. പതുക്കെ പതുക്കെ എല്ലാരും പോകും. ഓരോന്നും കൊഴിഞ്ഞു പോകും. പുറകിൽ പോണ പോക്കിൽ ഒരു കൂവും. മുഖത ആഴക്കടല് പോലാകും. ഈ കഥ തീരുന്ന വരെയും നോവും. ഭാരങ്ങൾ ചുമക്കുവാനായി വിധിക്കപ്പെട്ടവനാ. പല വഴിയിൽ ചതിക്കപ്പെട്ടവൻ. വിവിധ തരത്തിൽ ഒതുക്കപ്പെട്ടവനാ. അനുഭവത്തിൽ ഒതുക്കം വന്നവൻ. മടുപ്പ് കൊണ്ടവൻ ഉടുത്ത തുണി കൊണ്ടുണ്ടാക്കിയ കുടുക്ക്. അതിൽ കിടന്ന് പെടച്ച് മരിച്ചു കഴിഞ്ഞാൽ എല്ലാരും മറക്ക്. കഴുത്തറക്കാൻ കൈമുറിക്കാൻ എൻ്റെ ഉള്ളിൻ്റെ വിതുമ്പല്. ഞാൻ ഓളം തല്ലുമ്പോൾ ആടിയുലഞ്ഞി ഒഴുകി നടന്ന കൊതുമ്പല്. അന്നലറി വിളിച്ച പൊരുത്തനുമില്ലെന്നറിഞ്ഞപ്പോ ഞാൻ മിണ്ടാണ്ടായി. അപ്പോൾ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട്, ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. മോഡിഫൈ ചെയ്യുന്നത് ഇതാണ് കട. ഞാൻ മോഡിഫൈ ചെയ്യുന്നത് നിങ്ങൾ കാണിക്കല്ലേ, ഞാൻ മോഡിഫൈ ചെയ്തിട്ട് ഇറക്കുമ്പോൾ കാണിക്കാം ഗൈസ്. നമ്മുടെ വണ്ടി ഇതാണ്. സീൻ ലുക്കാണ്. നമ്മൾ അലോയൊക്കെ കയറ്റി വണ്ടിയെ കളറ് മാറ്റി. അപ്പം ഈ വണ്ടി ഞാൻ റെഡ് അടിക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ റെഡ് ഒന്നിനും കൊള്ളത്തില്ല. വെള്ളയും കറുപ്പുമാണ് രസമുള്ളൂ. നമ്മൾ പിന്നെ തീയൊക്കെ വരും ഗൈസ് വണ്ടിയിൽ. നമ്മൾ ബൂസ്റ്ററൊക്കെ കയറ്റി, ബൂസ്റ്ററല്ല, അത് എന്തോ പേരുള്ള അതാണ് നമ്മൾ കയറ്റി. നമ്മൾ ആ ബൈക്കുകാരനെ ഇടിച്ച്. ഇപ്പം ഇങ്ങനെ മോഡിഫൈ ആക്കിക്കൊണ്ട് നമ്മുടെ വണ്ടിയിൽ സ്പീഡ് കൂടും ഗൈസ്. ഇനി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇങ്ങനെ വെറുതെ ഒരു ബ്യൂട്ടി പോലെ ഇങ്ങനെ കണ്ടിരിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ ഈ വണ്ടി വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ നേരെ പോയിട്ട് താറെടുത്തുകൊണ്ട് വരും ഗൈസ്. താറ് ഷോറൂമിൽ കിടക്കുവാണ്, എടുക്കാനാരുമില്ല. അപ്പം നമുക്കതായത് നേരെ ഇതാണ് ഗൈസ്, പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മളെന്തായാലും. അപ്പം ഇങ്ങോട്ട് കയറ്റാൻ നമുക്ക് ഇവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ട് ഗൈസ്. അത് നമ്മളെ പോലീസുകാരെ പോയി ഇടിച്ചാൽ കുറേ പോലീസുകാർ വന്നിട്ട് നമ്മളെ തോക്ക് വെച്ച് വെടി വെച്ച് കൊല്ലും. നമ്മുടെ കയ്യിലും തോക്കൊക്കെ ഉണ്ട്, നമുക്ക് വേണം എടുക്കാം. മറ്റേ ഗെയിമിലെ പോലെ ആ ഇന്ത്യൻ 3D ആ ഗെയിമിലെ പോലെയാണ് ഇതിനകത്തുള്ള തോക്കുകളും. ഇതിനകത്തും അതേ തോക്കുകളാണ് ഉള്ളത്, എല്ലാ തോക്കുകളും ഉണ്ട്. ആ കൈയിൻ്റെ ചിഹ്നം കാണുന്ന അവിടെ ഞെക്കിയാൽ മതി, ആ മുകളിലായിട്ട്. അപ്പം നിങ്ങൾക്ക് തോക്ക് കിട്ടും. ഞങ്ങളിവിടുന്ന് നേരെ പോവാം. എന്താ നിൽക്കുവാണല്ലോ, നോക്കട്ടെ ഞാൻ പോകുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ പോവും. അപ്പം എന്തായാലും നേരെ പോവാം. എന്തായാലും ഇവിടുന്ന് നേരെ പോവാം. ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. ഇതിൽ ലാസ്റ്റ് നമ്മൾ താറെടുക്കാൻ പോകുമ്പോൾ ഈ സ്ക്രീന് ചെറുതാകും. അപ്പം നിങ്ങളൊന്ന് നോക്കണം. അത് അറിയാണ്ടായിപ്പോയതാണ്. പിന്നെ എനിക്ക് വീണ്ടും വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അവിടെ വെച്ചൊരു പരസ്യം വന്നു. അതായത് ഇങ്ങനത്തെ എല്ലാ പ്രാവശ്യം ആഡ്സ് വരും. അപ്പം ഞാൻ ആഡ്സ് ഒന്നും കാണിക്കുന്നില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്യും. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഗൈസ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യില്ലാന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പുറത്ത് കുറേ ചെല്ലുണ്ട്. അപ്പം ഇങ്ങനത്തെ കയറാൻ പറ്റില്ല ഗൈസ്. മറ്റേത് കയറാൻ പറ്റും. ആ റൂമിലൊന്നും കയറാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ റൂമിലും കയറാൻ പറ്റും. TV വരെ ഓണാക്കാം. അതിൻ്റെ റിമോട്ട് പോലത്തെ കൺട്രോളൊക്കെ ചെയ്യുന്നത് ഈ ഫോണിലാണ്. TVൻ്റെ ഒരു ഇതുണ്ട്, അതെനിക്ക് കാണാം. ഇതാണ് ജയില്. ഇതിനകത്ത് കയറുന്ന ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട് ഗൈസ്, ഡോർ തുറക്കാനുള്ള ഇത് വന്നു. നമ്മൾ കയറി. ഇപ്പം ആഡ് വരും ഗൈസ്. അപ്പം നമ്മളെന്തായാലും അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. കാരണം ഞാൻ അത്രയും നേരം അവിടെ ഇതായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഗൈസ്. യൂട്യൂബ് ചാനലിൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ഫോണിൽ. അപ്പം നമുക്കെന്തായാലും നേരെ വണ്ടി എടുത്ത് ഇനി പോവാം. തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടതായിരുന്നു. ഞാൻ ആഡ് വന്നപ്പം വീഡിയോ ഓഫാക്കി. എന്നിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അതാണിപ്പോൾ പ്രശ്നം. അതുകൊണ്ട് ഇവിടെ കിട്ടിയില്ല. നമുക്ക് നേരെ പോവാം. അവിടെ നിന്ന് അതിലേലും അധികം ദൂരമില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് ആ റോഡിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടുള്ള റോഡ് കാണും, അതിലേക്ക് കയറിയാൽ മതി. വലിയ ദൂരമൊന്നുമില്ല ഗൈസ്. നമുക്കെന്തായാലും ഇപ്പോൾ വഴി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ പോവാം. നമുക്ക് നേരെ ഈ സൈഡിൽ പോവാം ഗൈസ്. ഇപ്പം നടുക്കൂടെ എടുത്തുകൊണ്ട് തട്ടിയില്ല. ആ വണ്ടി ഇങ്ങോട്ടേക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിർത്തിയാലേ തട്ടും. നമുക്കെന്തായാലും നേരെ പോവാം. ഇവിടുന്ന് വഴിയൊക്കെ എനിക്ക് തെറ്റുന്നുണ്ടോ എന്നൊരു സംശയമില്ലായ്ക പോലെയുണ്ട്. നമുക്ക് നേരെ പോവാം, നോക്കാം. ഹൈവേ എത്തി. ഇത് റോങ് വേ ആണ്. നമുക്ക് മറ്റേ വഴിയാണ് തന്നെ ബാക്ക് എടുത്ത് തരാം. നമുക്കെന്തായാലും ഈ കയറിയിട്ട് ആ വേയിലേക്ക് പോവാം. ഈ വേ ബാക്ക് എടുത്ത് നമുക്ക് ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതിങ്ങോട്ട് തന്നെയാണ്. ഞാൻ ആദ്യം മറന്നുപോയി ാണ് ഓർത്തത്. അപ്പോൾ നമുക്കെന്തായാലും നേരെ പോവാം. ഇനിയും കുറച്ച് പോകാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വഴിയൊന്നും കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അപ്പം എന്തായാലും കാണുന്ന വഴിയിലൂടെ പോവാം. ഈ വഴി കയറാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോവാം. എവിടെ എത്തുമെന്ന് ഒരിതുമില്ല. നമുക്ക് എത്തുന്നിടത്ത് എത്തട്ടെ ഗൈസ്. നമ്മൾ കറങ്ങി തിരിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ തന്നെ എത്തി ഗൈസ്. മാപ്പ് നോക്കാം. നേരെ പോയാൽ മതി ഗൈസ്. നേരെ പോയാൽ നമ്മുടെ വീടെത്തും ഗൈസ്. നേരെ പോവാം. ഇവിടെ ഒരു ആഡ് വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പാക്കിയത്. നമുക്ക് നേരെ സ്പീഡിൽ പോവാം. അല്ല ആഡ് വന്ന് കൊള്ളുവാകും ഗൈസ്. നമുക്ക് നേരെ പോവാം. അപ്പം ഈ വണ്ടിക്ക് മോഡിഫൈ ചെയ്തപ്പോൾ അത്യാവശ്യം സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ബൂസ്റ്റർ അതൊക്കെ ഇട്ടാൽ നല്ല സ്പീഡിൽ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിടാൻ കൈയില്ല ഗൈസ്, കാരണം കൈ എത്തത്തില്ല അതിടാൻ. നമ്മുടെ വീടിന് മുകളിൽ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട് ഗൈസ്. ഓടിക്കുന്നില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ ഓടിക്കാം. ഇനി ഇങ്ങനത്തെ വീഡിയോ വരുന്നതാണ്, നിങ്ങൾ കാത്തിരിക്കാം.
നമുക്ക് എന്തായാലും വണ്ടി കയറ്റിയിട്ട് നേരെ പോവാം. ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അതും കൊണ്ട് താറെടുക്കാൻ പോവാം, അല്ലെങ്കിൽ നമുക്ക് ഓടിപ്പോവാം ഗൈസ്. ഇവിടെ എന്തായാലും ബാക്ക് എടുത്ത് നിർത്തിയിടാം. പക്ഷേ ഗൈസ് ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ സ്ക്രീൻ ബാക്കിലേക്ക് ആക്കിയാൽ പിന്നെ പ്രശ്നമാണ്. അപ്പം ബാക്കിലേക്ക് എടുക്കാൻ പാടാണ്, ബൈക്കിൽ ഇങ്ങനെ തട്ടും, അതാണ് പ്രശ്നം ഗൈസ്. ഇനി ആ വണ്ടി എടുക്കാൻ നമ്മൾ അവിടെ വരെ പോകുന്നിടം വരെ ഞങ്ങൾ പാട്ട് കേൾക്ക്. ഒരു സ്ഥലത്തെ ട്രാക്ക് മാറ്റി പെരുമാറായിരുന്നു. വാടാ വാടാ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ൊരാകാശക്കാവിൽ ഇന്ന് കനൽ മിന്നൽ കാറ്റിരമ്പ് ചിതറും താളം അകിലരിയും പുകചിന്തും മണിമുറ്റത്തമ്മാനം കളിയാടും കാവടിതൻ കുംഭമേളം പോണവൻ പിടിച്ചോടാ പ്രേമ. ഗൈസ് കണ്ടോ, സ്ക്രീൻ ചെറുതായി, കാരണം ആടെ ഇടയ്ക്കെന്ന് വെച്ച് വന്നിട്ടാണ് ഗൈസ് സ്ക്രീൻ ചെറുതായി. അതാണിപ്പോൾ പ്രശ്നം. അപ്പം നിങ്ങളെന്തായാലും ജസ്റ്റ് ഒന്ന് ഇത് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത വീഡിയോ വെച്ച് നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയായി പോയെന്ന്. അപ്പം അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇതൊന്ന് നല്ലോണം നോക്കിയാൽ കാണാം. വയസ്സ് വണ്ടി എങ്ങോട്ടേക്കോ വയസ്സ് ഇടിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പോയത്. വണ്ടി എങ്ങോട്ടേക്കോ കയറി പോവാണ്. അപ്പം നമുക്ക് നേരെ പോവാൻ ഇവിടുന്ന് ഏകദേശം കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് ഷോറൂമിലേക്ക് അധികം ദൂരമില്ല. അപ്പം പെട്ടെന്ന് എത്തുന്നത് നമ്മുടെ വീട്ടിലെത്തി ഗൈസ്, പറയുന്ന നേരം കൊണ്ട്. ഗൈസ് ആ ചേട്ടൻ വന്നുകൊണ്ട് ഗേറ്റ് താഴെ തുറന്നു. അപ്പം നമുക്ക് തുറക്കേണ്ട വന്നില്ല ഗൈസ്, നമ്മൾ നേരെ എത്തി. അപ്പം എന്തായാലും ഈ വണ്ടിയും ബാക്ക് എടുത്ത് വെക്കാം. എല്ലാ വണ്ടിയും ഞാൻ കാണിക്കാം ഗൈസ്. ഇനിയും നമുക്ക് വേണം വണ്ടിയൊക്കെ വാങ്ങിക്കാം, പക്ഷേ അടുത്ത വീഡിയോയിൽ വാങ്ങിക്കാം ഗൈസ്. ഇനി ചിലപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വരുമോ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോഴേ വരത്തുള്ളൂ. കാരണം ഞാൻ ബസ് സിമുലേറ്ററാണ് എപ്പോഴും കളിക്കാറ്, ഇതധികം കളിക്കാറില്ല. അപ്പം ഈ വീഡിയോ എന്തായാലും വരും, വരാണ്ടിരിക്കത്തില്ല, എന്നാലും വരും. ഒക്കെ എന്തായാലും ഇറങ്ങാം, നിങ്ങളെ കാണിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര വണ്ടിയാണ് നമുക്കുള്ളത്. നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.